നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. കേരളത്തിലെ മഞ്ഞ് വീഴുന്ന പ്രദേശം ഏത്? മൂന്നാർ, പാണ്ടിപ്പത്ത്, ലക്കിടി, വയനാട്. കേരളത്തിൽ മഞ്ഞ് വീഴുന്ന പ്രധാന പ്രദേശമാണ് പാണ്ടിപ്പത്ത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏത്? കഞ്ഞിക്കുഴി, പെരുമാട്ടി, കുഴൽമന്ദം, പള്ളിക്കൽ. ആദ്യത്തെ സോളാർ ഗ്രാമമാണ് കുഴൽമന്ദം. 101 താലിയുള്ള ഭഗവതി എന്നറിയപ്പെടുന്നത്? മണ്ണാറശാല അമ്മ, കൊടുങ്ങല്ലൂർ ഭഗവതി, ചോറ്റാനിക്കര ഭഗവതി, ആറ്റുകാൽ ഭഗവതി. 101 താലിയുള്ള ഭഗവതി കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പെട്രോൾ പമ്പ് എവിടെയാണ്? ഗാംഗ്ടോങ്, ലഡാക്ക്, കാസ, മണാലി. ഉയരത്തിലുള്ള പെട്രോൾ പമ്പ് കാസയിലാണ്. ബ്ലീഡിംഗ് ട്രീ എന്നറിയപ്പെടുന്ന വൃക്ഷം കേരളത്തിൽ എവിടെയാണ് കണ്ടുവരുന്നത്? ആതിരപ്പള്ളി, സൈലന്റ് വാലി, കാനം വനമേഖല, അഗസ്ത്യകൂടം. കാനം വനമേഖലയിലാണ്. കേരളത്തിലെ സിംഗപ്പൂർ എന്നറിയപ്പെടുന്ന പ്രദേശം? വൈറ്റില, കുറ്റ്യാടി, കോഴിക്കോട്, കൊച്ചി. കേരളത്തിലെ സിംഗപ്പൂർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുറ്റ്യാടി. മരണത്തിന്റെ പാനീയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലിനീകാരി? മെർക്കുറി, ആഴ്സനിക്, കാഡ്മിയം, ലെഡ്. ആഴ്സനിക് ആണ് ശരിയായ ഉത്തരം. കേരളത്തിലെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പ്രദേശം? വടകര, പാലക്കാട്, പയ്യന്നൂർ, വൈക്കം. കേരളത്തിലെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പ്രദേശം പയ്യന്നൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടാക്സി നിലവിൽ വന്ന നഗരം? ചെന്നൈ, ആലപ്പുഴ, മുംബൈ, കൊച്ചി. ആദ്യത്തെ വാട്ടർ ടാക്സി നിലവിൽ വന്നത് ആലപ്പുഴയിലായിരുന്നു. കണ്ണുനീർ തടാകം എന്നറിയപ്പെടുന്നത് ഏത്? കവിണിശ്ശേരി കായൽ, പൂക്കോട് തടാകം, വടയമ്പാടി കായൽ, ശാസ്താംകോട്ട കായൽ. പൂക്കോട് തടാകമാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ വിരലടയാളം എന്നറിയപ്പെടുന്ന നഗരം? കൊൽക്കത്ത, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ. ഇന്ത്യയുടെ വിരലടയാളം എന്നറിയപ്പെടുന്ന നഗരം ഹൈദരാബാദ്. നാരങ്ങകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? വാരണാസി, ചിറ്റൂർ, കോട്ടയം, തൃശ്ശൂര്. നാരങ്ങകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ചിറ്റൂരാണ്. ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനം ഏത്? ടൈഗ വനങ്ങൾ, കോംഗോ വനം, ആമസോൺ, പശ്ചിമഘട്ടം. ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ ആണ്. വെളുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത്? എയ്ഡ്സ്, ക്യാൻസർ, ക്ഷയം, പ്ലേഗ്. വെളുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ആകാശത്തിലെ കണ്ണുനീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രതിഭാസം? മഴവില്ല്, മഞ്ഞ്, ഉൽക്കാവർഷം, മഴ. ആകാശത്തിന്റെ കണ്ണുനീർ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഉൽക്കാവർഷമാണ്. കടലിലെ പട്ടുതുണി എന്നറിയപ്പെടുന്നത്? തിമിംഗലം, പേൾ, കടൽപ്പായൽ, പവിഴപ്പുറ്റുകൾ. കടലിലെ പട്ടുതുണി എന്നറിയപ്പെടുന്നത് കടൽപ്പായലാണ്. രാത്രിയുടെ റാണി എന്നറിയപ്പെടുന്ന പൂവ് ഏത്? മുല്ല, താമര, നിശാഗന്ധി, റോസ. രാത്രിയുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നിശാഗന്ധി. ഇന്ത്യയുടെ പച്ച സ്വർണം എന്നറിയപ്പെടുന്നത്? തേക്ക്, തേയില, മുള, ഏലം. ഇന്ത്യയുടെ പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഏലമാണ്.
ഭൂമിയുടെ ചർമ്മം എന്നറിയപ്പെടുന്നത് പർവ്വതങ്ങൾ, മണ്ണ്, അന്തരീക്ഷം, സമുദ്രം. ഭൂമിയുടെ ചർമ്മം എന്നറിയപ്പെടുന്നത് ഏത്? മണ്ണാണ്. മ്യൂസിയങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ, തിരുവനന്തപുരം, കൊൽക്കത്ത, ഡൽഹി. മ്യൂസിയങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ആണ്. ഹേബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥമെന്ത്? ശരീരം ഹാജരാക്കുക, ആജ്ഞാപിക്കുക, ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക. എന്ത് അധികാരം കൊണ്ട്? ശരീരം ഹാജരാക്കുക. നൈട്രജനെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലിക്വിഡ്, ഫെറിക്, അസോട്ട്, ഐസ്ലൻഡ്. നൈട്രജനെ അറിയപ്പെടുന്നത് ഏത് പേരിൽ? അസോട്ട് എന്ന പേരിൽ. ഇന്റേണൽ സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത്? വെനീസ്, ടർക്കി, സിംഗപ്പൂർ, റോം. ഇന്റേണൽ സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് റോം. ഭൂമിയെ എത്ര സമയമേഖലകളായാണ് തിരിച്ചിരിക്കുന്നത്? 10, 12, 24, 30. 24 സമയമേഖലകളായി. മയൂരസിംഹാസനം നിർമ്മിച്ചത് ആര്? ജഹാംഗീർ, ശിവജി, ഷാജഹാൻ, ബഹദൂർ ഷാ. മയൂരസിംഹാസനം നിർമ്മിച്ചത് ആര്? ഷാജഹാൻ ആയിരുന്നു. വെക്സിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പതാക, കാലനിർണയശാസ്ത്രം, നീതിശാസ്ത്രം, ജലപ്രയോഗ ചികിത്സ. വെക്സിലോളജി പതാകയെക്കുറിച്ചുള്ള പഠനമാണ്. സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാരെ മാറ്റുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റ്, പ്രധാനമന്ത്രി, ഗവർണർ, രാജ്യസഭ. പാർലമെന്റിന് നിക്ഷിപ്തമാണ്. വിശ്വശാന്തി ദിനമായി ആചരിക്കുന്നത് എന്ന്? ആഗസ്റ്റ് 6, ഓഗസ്റ്റ് 20, സെപ്റ്റംബർ 11, നവംബർ 1. സെപ്റ്റംബർ 11-നാണ്. ബുല്ലി ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഹോക്കി, ബോക്സിംഗ്, നീന്തൽ, വോളിബോൾ. ബുല്ലി ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഹോക്കി. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം ഏത്? താരാപൂർ, കൽപ്പാക്കം, ശ്രീനഗർ, ഷോളയാർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം താരാപൂറിൽ ആണ്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങളേത്? ചുവപ്പ്, വയലറ്റ്, പിങ്ക്, പച്ച, ഓറഞ്ച്, മഞ്ഞ, നീല, ചുവപ്പ്, മഞ്ഞ, ചുവപ്പ്, നീല, പച്ച. ചുവപ്പ്, നീല, പച്ചയാണ്. യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവാര്? ശ്രീ പാർത്ഥി സുബ്രൻ, പി കുഞ്ഞിരാമൻ നായർ, എം ഗോവിന്ദ് പൈ, ടി ഉബൈദ്. ശ്രീ പാർത്ഥി സുബ്രനാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര നായിക ആര്? എം കമലം, അക്കാമ ചെറിയാൻ, ലീലാകുമാരിയമ്മ, കുമാരി മീനാക്ഷി. അക്കാമ ചെറിയാൻ ആയിരുന്നു. ഇന്ത്യയുടെ ഉദ്യാനം എന്ന വിശേഷണമുള്ള നഗരമേത്? കൽക്കത്ത, ബാംഗ്ലൂർ, കൊച്ചി, മുംബൈ. ഇന്ത്യയുടെ ഉദ്യാനം എന്ന വിശേഷണമുള്ള നഗരമാണ് ബാംഗ്ലൂർ. 2008 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനം ഏത്? പഞ്ചാബ്, ഹരിയാന, ഒറീസ, ത്രിപുര. പഞ്ചാബ് ആയിരുന്നു. ഹാലിയുടെ വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 70 വർഷം, 72 വർഷം, 76 വർഷം,
80 വർഷം. ഹാലിയുടെ വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് 76 വർഷം കൂടുമ്പോൾ. താഴെ പറയുന്നവയിൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകമല്ലാത്തതേത്? പ്ലാസ്മ, രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ, ആൽബമിനുകൾ. ആൽബമിനുകളാണ് ശരിയായ ഉത്തരം. ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ഏത്? പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, ആൽബട്രോസ്, മയിൽ. ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷിയാണ് ആൽബട്രോസ്. ഹെർപ്പറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സസ്തനി, ഉരഗം, പാമ്പ്, മത്സ്യം. ഹെർപ്പറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യ ശരീരത്തിലെ pH മൂല്യം എത്ര? 3.5, 6.2, 7.4, 8.1. മനുഷ്യ ശരീരത്തിലെ pH മൂല്യം 7.4 ആണ്. മനുഷ്യ രക്തത്തിലെ പ്ലാസ്മയുടെ അളവെത്ര? 40%, 50%, 55%, 60%. മനുഷ്യ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? 55%. 1955 ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് നടന്ന സ്ഥലം? ജനീവ, ബാഗ്ദാദ്, മനില, ബന്ദൂദ്. ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് നടന്നത് ബന്ദൂദിൽ ആയിരുന്നു. 3 തലസ്ഥാനങ്ങളുടെ രാജ്യം? ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രിയ, ജർമ്മനി, റഷ്യ. 3 തലസ്ഥാനങ്ങളുടെ രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്കയാണ് ശരിയായ ഉത്തരം. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏതിനാണ്? സാഹിത്യം, ഗണിതം, രാഷ്ട്രീയം, വ്യവസായം. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് സാഹിത്യത്തിനായിരുന്നു. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത്? ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, സിലിക്കൺ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത്? ഹൈഡ്രജന് ന്യൂട്രോൺ ഇല്ല. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് എത്ര വകുപ്പുകൾ ഉണ്ട്? 4 വകുപ്പുകൾ, 5 വകുപ്പുകൾ, 2, 3 വകുപ്പുകൾ. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് 4 വകുപ്പുകൾ ഉണ്ട്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാര്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഗവർണർ, സ്പീക്കർ. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആര്? പ്രധാനമന്ത്രിയാണ് തലവൻ. അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? സി സോമനാഥ്, കെ.എം. പണിക്കർ, പോറ്റി ശ്രീരാമലു, ഫസൽ അലി. അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തി പോറ്റി ശ്രീരാമലു ആണ്. ഒരു ആട്ടക്കഥ മാത്രം രചിച്ച് കീർത്തി നേടിയ കവി ആര്? ഉണ്ണായി വാര്യർ, കെ.പി. കേശവമേനോൻ, സീതാരാമൻ, എൻ.പി. ചെല്ലപ്പൻ നായർ. ഉണ്ണായി വാര്യർ ആയിരുന്നു. ക്വെയ്ലോൺ എന്ന പേര് കൊല്ലം എന്നാക്കി മാറ്റിയ വർഷം? 1980, 1986, 1990, 1991. 1990കളിലായിരുന്നു. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം എത്ര? 15, 18, 24, 36. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം 18 ആണ്. ക്യൂബയുടെ തലസ്ഥാനം ഏത്? വാഷിംഗ്ടൺ, ഹവാന, ഭോപ്പാൽ, റാഞ്ചി. ക്യൂബയുടെ തലസ്ഥാനം ഏത്? ഹവാനയാണ് ക്യൂബയുടെ തലസ്ഥാനം. ഏത് രോഗികൾക്കാണ് റേഡിയോ തെറാപ്പി നൽകുന്നത്? ഹൃദയാഘാതം, ക്യാൻസർ, എയ്ഡ്സ്, മലമ്പനി. റേഡിയോ തെറാപ്പി നൽകുന്നത് ക്യാൻസർ രോഗികൾക്കാണ്.
2006 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം നേടിത്തന്ന ഇനം ഏത്? ഷോട്ട് പുട്ട്, കബഡി, ടെന്നീസ്, റാപ്പിഡ് ചെസ്. റാപ്പിഡ് ചെസ് ആയിരുന്നു. തന്മാത്രയും ആറ്റവും ഒന്നുതന്നെയായ ഒരു മൂലകം. ആർഗൺ, ഹീലിയം, പ്ലൂട്ടോണിയം, സിൽവർ. തന്മാത്രയും ആറ്റവും ഒന്നുതന്നെയായ ഒരു മൂലകമാണ് സിൽവർ. പക്ഷികളുടെ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഇന്ദ്രിയം. ഘ്രാണേന്ദ്രിയം, ഓസിലേറ്റ, ഗാലസ്, കോർവസ്. പക്ഷികളുടെ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഇന്ദ്രിയം ഘ്രാണേന്ദ്രിയമാണ്. വാത്മീകി രാമായണത്തിൽ മരീചിപത്തനം എന്ന പേരിൽ വിവരിക്കുന്ന കേരളത്തിലെ പട്ടണം. മുസിരസ്, വിശാഖപട്ടണം, പഴനി, കാലടി. മുസിരസ് ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത്? തിരുവനന്തപുരം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. ഏകകോശ ജീവി അല്ലാത്തത് ഏത്? അമീബ, പാരമീസിയം, ഹൈഡ്ര, യൂഗ്ലീന. താഴെ പറയുന്നവയിൽ ഏകകോശ ജീവി അല്ലാത്തത് ഹൈഡ്രയാണ്. തുരിശിന്റെ രാസനാമം എന്ത്? കാൽസ്യം കാർബണേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്. തുരിശിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് എന്നാണ്. ലോക ടൂറിസ ദിനം എന്ന്? സെപ്റ്റംബർ 27, ജൂൺ 5, ഏപ്രിൽ 26, മെയ് 11. ലോക ടൂറിസ ദിനം സെപ്റ്റംബർ 27 സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്തുന്നതിനെടുക്കുന്ന സമയം എത്ര? 5 മിനിറ്റ് 2 സെക്കൻഡ്, 15 മിനിറ്റ് 12 സെക്കൻഡ്, 8 മിനിറ്റ് 20 സെക്കൻഡ്, 20 മിനിറ്റ്. 8 മിനിറ്റ് 20 സെക്കൻഡാണ്. ഭൗമവികിരണം കൂടുതൽ സംഭവിക്കുന്ന സമയം എപ്പോൾ? കൂടുതൽ സംഭവിക്കുന്നത് രാത്രിയിൽ ആണ്. പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം. കൂൺ, തൈര്, ഞണ്ട്, മത്സ്യം. പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് കൂൺ. ജനസാന്ദ്രത വളരെ കുറഞ്ഞ സംസ്ഥാനം ഏത്? ത്രിപുര, സിക്കിം, ഹരിയാന, ഹിമാചൽ പ്രദേശ്. ജനസാന്ദ്രത വളരെ കുറഞ്ഞ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. കാർബണിന്റെ ഏറ്റവും കടുപ്പമുള്ള സ്വതന്ത്ര രൂപം ഏത്? വജ്രം, സ്വർണം, എക്സ്റേ, ഉരുക്ക്. കാർബണിന്റെ ഏറ്റവും കടുപ്പമുള്ള സ്വതന്ത്ര രൂപമാണ് വജ്രം. പുഞ്ചിരിയുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം. തായ്ലാൻഡ്, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, യുക്രൈൻ. പുഞ്ചിരിയുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് തായ്ലാൻഡ്. പിൻകോഡിലുള്ള നമ്പറുകളുടെ എണ്ണം എത്ര? 4 നമ്പറുകൾ, 6, 8, 10 നമ്പറുകൾ. പിൻകോഡിലുള്ള നമ്പറുകളുടെ എണ്ണം 6 ആണ്. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം. തമിഴ്നാട്, കർണാടക, ഒറീസ, രാജസ്ഥാൻ. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാടാണ്. ഒങ്കസെ വർഗക്കാർ വസിക്കുന്ന സ്ഥലം ഏത്? ആഫ്രിക്ക, അണ്ടമാൻ ദ്വീപുകൾ, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി. ഒങ്കസെ വർഗക്കാർ വസിക്കുന്ന സ്ഥലം ആൻഡമാൻ ദ്വീപുകൾ ആണ്. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാനുപയോഗിക്കുന്ന തടി. തേക്ക്, ആഞ്ഞിലി, വില്ലോ, പ്ലാവ്. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാനുപയോഗിക്കുന്ന തടി വില്ലോയുടെ തടികളാണ്.
ഏറ്റവും വലിയ കടൽപ്പക്ഷി ഏത്? കിവി, ഒട്ടകപ്പക്ഷി, പെൻഗ്വിൻ, ആൽബട്രോസ്. ഏറ്റവും വലിയ കടൽപ്പക്ഷി ഏത്? ആൽബട്രോസ് ആണ് ശരിയായ ഉത്തരം. വിളർച്ചയ്ക്ക് കാരണം ഏത് ധാതുവിന്റെ കുറവാണ്? ഇരുമ്പ്, സിങ്ക്, അയൺ, മഗ്നീഷ്യം. വിളർച്ചയ്ക്ക് കാരണം ഏത് ധാതുവിന്റെ കുറവാണ്? ഇരുമ്പിന്റെ കുറവ് മൂലം. ട്രിപ്പിൾ ആന്റിജൻ ഏത് രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഇവയ്ക്കെല്ലാം. ട്രിപ്പിൾ ആന്റിജൻ ഏത് രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? ഇവയ്ക്കെല്ലാം ഉള്ള വാക്സിനാണ്. ട്രാൻസിസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏവ? ജർമേനിയം, സിലിനിയം, സിലിക്കൺ. ഇവയെല്ലാം. ട്രാൻസിസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏവ? ഇവയെല്ലാം. നൈട്രജനും ഹൈഡ്രജനും സംയോജിച്ചുണ്ടാകുന്ന വാതകം ഏത്? അമോണിയ, മീഥേൻ, ഓസോൺ, ബയോഗ്യാസ്. നൈട്രജനും ഹൈഡ്രജനും സംയോജിച്ചുണ്ടാകുന്ന വാതകം അമോണിയയാണ്. ഭാരതീയ വൈദ്യശാസ്ത്ര ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവാര്? വാഗ്ഭടൻ, ആര്യഭടൻ, ചാണക്യൻ, വ്യാസൻ. അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ് വാഗ്ഭടനാണ്. മലയാള ചലച്ചിത്ര നടന്മാരിൽ ആദ്യമായി ഭരത് അവാർഡ് നേടിയതാര്? മമ്മൂട്ടി, മോഹൻലാൽ, PJ ആന്റണി, ഭരത് ഗോപി. ഭരത് അവാർഡ് നേടിയത് PJ ആന്റണി ആയിരുന്നു. സമാധാനത്തിന്റെ പ്രവാചകനായി മാറിയ ലോക ചരിത്രത്തിലെ ഏക ചക്രവർത്തി ആര്? അശോകൻ, അക്ബർ, ബാബർ, ജഹാംഗീർ. അശോകൻ ആയിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിരുന്ന ഇന്ത്യക്കാരി ആര്? ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ്, ശ്രീമതി ലളിത മേനോൻ, വസന്തകുമാരി അമ്മ, നർഗീസ് ദത്ത്. ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരുന്നു. സ്ത്രീസ്തനങ്ങൾ പെട്ടെന്ന് വലിപ്പം വയ്ക്കാൻ മുഖ്യ കാരണം? അമിത ലൈംഗികത, പുരുഷ സ്പർശനം, ഹോർമോൺ വ്യതിയാനം. ഇവയെല്ലാം. അമിത ലൈംഗികത.